എനിക്ക് തെലുങ്കുന്ന ഒരു ഓഫർ വന്നു. തെലുങ്ക് തന്നെ 2-3 ഇടക്കിടക്ക് വരുന്നതാണ്. ഞാൻ പിന്നെ ഇതൊക്കെ എന്ത് അപ്പൊ പെട്ടെന്ന് മെസ്സേജ് വന്നപ്പോ അവള് ഞാൻ അവളെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഹായ് അണ്ടി, ഹായ് അണ്ടി അവാറിയു എന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ ഹായ് അണ്ടി അവാറി, അത് തെലുങ്കൊന്നുമില്ല, നാട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും. ഈ വൃത്തിയായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡയറക്ഷൻ, ആക്ടിങ്, പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യണം. ശരിക്കും നിങ്ങൾ എന്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് ഞങ്ങളുടെ എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഇപ്പം കൂടെയുള്ളവരെല്ലാം ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മളും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യണം. അങ്ങനെ ഒരു പ്രഷർ ഉണ്ടോ? രാവിലെ 5:30 കളരി തുടങ്ങും, സംഗീത അഭ്യാസം, പിന്നെ ഇവനോട് ജിമ്മ്. ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഏജ് ഓവർ ആൾക്കാരെ അത് മറ്റേ ഏട്ടൻ മറ്റേ ജാതികാത് കഴിഞ്ഞാളൊന്നും പെൺകുട്ടികളല്ല ബേബി, ഓളെല്ലാം തള്ളച്ചുകളാണ്, തള്ളച്ചുകൾ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലുക്ക് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? നിങ്ങൾ അതും ഇത് ഇന്റർവ്യൂ ആണ്, മാനസികമായി ഒരാൾ എങ്ങനെ ഇരിക്കുമോ, തൊലിഞ്ഞിരിക്കുന്നു, മറ്റേയാളെ തടിച്ച് ചക്ക പോയി. അപ്പൊ തൊലിഞ്ഞിരിക്കുന്നത് ഞാനാ. As far as I've known him for now, it's a very good experience to. എന്താ ഷായിട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ശരിക്കും റൊമാൻസ് ആണോ, കോമഡി ആണോ, നെഗറ്റീവ് റോൾ ആണോ, എന്താ ചെയ്യുന്നത് ബുദ്ധിമുട്ട്? എനിക്ക് സത്യം പറയാം ഇതൊന്നും ബുദ്ധിമുട്ടില്ല. അങ്കിൾ പറയുന്നു, ഞാൻ ചെയ്യുന്നു, അതാണ് എന്റെ മോട്ടോ. അങ്കിൾ പുല്ലുത്തനോ, അങ്കിൾ പറയും, ചെയ്യും. അങ്കിൾ എന്താ റൊമാൻസ് വേണോ, ടീച്ചേഴ്സ് പെറ്റായിരുന്നു. ഞാൻ ടീച്ചേഴ്സ് പെറ്റായിരുന്നു. അങ്ങനെ ഞാൻ എന്തെങ്കിലും അറിയാതെ തെറ്റിച്ച് പോയിട്ടുണ്ടെങ്കിൽ അങ്കിൾ ഞാൻ ചെയ്തത് കറക്റ്റ് അല്ലേ സൈഡിൽ നിന്ന് ഇതേ സാധനം ഇവൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്കിൾ ഞാൻ ചെയ്ത കറക്റ്റ് അല്ലേ, നീ ചെയ്ത ശുദ്ധ പോകുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ധ്യാൻ ചേട്ടൻ്റെ എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര കൂളാണ്. ഞാൻ പ്രത്യേകിച്ചിട്ട് തലയിൽ പഠിച്ചതുമില്ല. അല്ല, എനിക്ക് ധ്യാൻ ബ്രോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അടുത്ത് തന്നെ ഒട്ടോ അല്ല, ധ്യാൻ ചേട്ടൻ പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങുന്നത് ഈ കൂട്ടത്തില് എല്ലാം വിട്ട് നൽകുന്ന ആള്, വിട്ടു കൊടുക്കും. അവരെല്ലാം വെട്ടിപ്പിടിക്കാൻ തുടങ്ങുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം 5000 മെസ്സേജ് വിടും. വിട്ടതാണ് കൂടുതലും. വിട്ടു 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 വിട്ടു. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്താ പക്ഷെ ചേട്ടൻ പറഞ്ഞ എല്ലാം വിട്ടു കൊടുക്കുന്നത്, അത് കൈ കാണിച്ചത് വിശ്വസിച്ചായിരുന്നു. എനിക്കൊന്ന് നീയാന്ന് തോന്നുന്നു. സിനിമയില് എന്റെ ക്യാരക്ടർ നന്നാക്കണമെന്ന് വാശിയുള്ള ആൾ. ഒരു മരുന്നിന് പോലെ അവരത് രാത്രി നമ്മളെല്ലാം 10 മണിക്ക് പോയി. പുള്ളിക്കൊരു ഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു നിർത്തിയിട്ട് ക്യാമറ തെങ്ങിന്റെ കൊണ്ടെല്ലാം കൊണ്ട് വെച്ചിട്ട് അതൊരു ഓടിക്കൊണ്ട് പുള്ളി ഒരിക്കലും പ്രൈം ചെയ്യൂല. പുള്ളി അവസരത്തേറിയാമോ ഇങ്ങനെ ഒട്ടിച്ചത് അവിടെ പോലും. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസഫ് പ്രകാശ്. ഭീഷ്മർ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് 6 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. ഞാൻ ആദ്യം ഭീഷ്മറെ കുറിച്ച് കേൾക്കുന്നത് നിങ്ങൾ 2 പേരും പാടിയിട്ടുള്ള പാട്ട് കേട്ടിട്ടാണ്. സോ ഗംഭീരമായിട്ട് 2 പേരും പാടി. കോറസ് അതിലേറെ കോറസ് എങ്ങനെയാണ് അതിലേറെ ഗംഭീര ഒത്തൊരുമ ഒരുമിച്ച് ഇവര് കറക്റ്റ്. അതിനെയാണല്ലോ കോറസ് എന്ന് വിളിക്കുന്നത്. പിന്നെ കോറസ് പിന്നെ വെവ്വേറെ പാടാൻ പറ്റുമോ? ണ്ടല്ലേ കോറസ് പാടിയ ആൾക്കാരെയാണോ ആളിൽ ഒരാളെയാണോ ഇതിനൊക്കെ ഇഷ്ടം? അല്ലല്ല, കൂട്ടത്തിൽ എല്ലാവരും. അഖിൽ ചേട്ടനാണ് ഉദ്ദേശിച്ചത്. അഖിൽ ചേട്ടനല്ല, ചേട്ടൻ ഒത്തിരി ഫാൻസ് ഉണ്ട്. അതിന്റെ കൂടെ ഞാൻ വന്നു കഴിഞ്ഞ പിന്നെ അവിടെ സത്യം അതിനിടയിൽ ഓൾറെഡി ട്രാഫിക് ഉണ്ട് അവിടെ. അതെ, ക്യൂ നിൽക്കാം. പിന്നെ ധ്യാൻ ചേട്ടനാണ്.
ഞാൻ ഏജ് ഓവറായ ഒരു കാര്യമില്ല. പക്ഷെ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഏജ് ഓവർ ആൾക്കാരെ അത് മറ്റേ ഏട്ടൻ മറ്റേ ജാതി അത് തള്ളച്ചികളാണ്. അത് പെൺകുട്ടികളല്ല, തള്ളച്ചിയാ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മൾട്ടി ടാലന്റഡ് ആയിരിക്കണം എന്ന് പറയാറല്ലോ. ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡയറക്ഷൻ, ആക്ടിങ്, പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യണം. ശരിക്കും നിങ്ങളുടെ എന്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് ഞങ്ങളുടെ. എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഒന്നും അറിഞ്ഞിട്ടുമല്ല. അല്ല, ഇത് ശരിക്കും നിങ്ങൾ പഠിക്കണം. ഇപ്പം കൂടുതലുള്ളവരെല്ലാം ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മളും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യണം. അങ്ങനെ ഒരു പ്രഷർ ഉണ്ടോ? ഞാൻ രാവിലെ ഒരു 5:30 കളരി തുടങ്ങും. പിന്നെ സംഗീത അഭ്യാസം, പിന്നെ ഇവനോട് ജിമ്മ്, എല്ലാം കൂടെ പഠിച്ചിരിക്കാന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മള് തുടങ്ങും. യോഗ, മെഡിറ്റേഷൻ, പിന്നെ വീട്ടിലിരിക്കും. ഇതൊക്കെ ചെയ്ത് സിനിമയില്ലാണ്ടിരിക്കുക. ശരിക്കും ചോദിക്കട്ടെ, ഇപ്പൊ കള്ളനും ഭഗവതിക്ക് ശേഷം നമ്മൾ സാറ് അടുത്ത് പറഞ്ഞു കൊടുക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രോട്ടീൻ പൗഡർ ഒക്കെ എന്താ ഇവരെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താ. പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന മരമാണോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലുക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? നിങ്ങൾ അതും പക്ക അത് ശ്രദ്ധിക്കണ്ടേ സിനിമയില്? ഇത് ഇന്റർവ്യൂ ആണോ നീ മാനസികമായി നീ ആദ്യം ഞങ്ങളൊന്ന് പൊക്കി. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന 2 ചേട്ടന്മാരല്ലേ ഈ ചേട്ടന്മാര്? പക്ഷെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ശ്രദ്ധിച്ചൂടെ? ലുക്കൊന്നും ഇല്ലല്ലോ. ഒരാൾ ഇങ്ങനെ ഇരിക്കുമോ, തൊലിഞ്ഞിരിക്കുന്നു, മറ്റേയാളെ തടിച്ച് ചക്ക പോയി. അപ്പൊ തൊലിഞ്ഞിരിക്കുന്നത് ഞാനാ. കോറസ് മെൻഷൻ ചെയ്ത് പറഞ്ഞപ്പോൾ എനിക്ക് അറിയരുത്. അന്നോടെ നീ കോറസിനെ പൊക്കി പറഞ്ഞപ്പോഴേ നമ്മൾ നോട്ട് ചെയ്യണമായിരുന്നു. കോറസ് അതിലേറെ ഗംഭീരമായ കോറസ് ആദ്യമായിട്ടാണ്. പോലും കോറസിനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ടുണ്ട്. നന്നായിരുന്നു കേട്ടോ ഒരുപാട്. ഇപ്പൊ വിജയ് സാറോട് ചോദിച്ചിട്ടുണ്ടോ വീണ്ടും എന്നെ നായകനാക്കുന്ന കാരണം എന്താ? വിഷ്ണു അല്ല നായകൻ. ആരും ഏറ്റെടുക്കുന്നത് അല്ലല്ല, ഈ കഥ ഉണ്ടാവാനും ഈ പ്രശ്നം ഉണ്ടാവാനും എല്ലാത്തിനും കാരണക്കാരനാരാ? അല്ല, എന്നാൽ കാരണം ആ, ഒരു കഥ ഉണ്ടാവാൻ കാരണക്കാരനായ ആളാണല്ലോ നായകൻ. അത് ആ കാരണവനാണ്. ശരിക്കും ഇതിന്റെ നായകനാരാ? അതായത് കഥയെ നയിക്കുന്നവനാണ് നായകൻ. ഈ കഥയിൽ പല പല ട്രാക്കുകളാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ട്രാക്കുകൾ കണക്ട് ആവുന്നുണ്ടെങ്കിലും ഇന്ന ഒരാളാണ് നായകൻ എന്ന് പടം കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. അതിപ്പോഴേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൺ ഫീൽഡ് ഫാമിലി കോമഡി ത്രില്ലർ എന്ന് എഴുതി വെച്ച വെറുതെ എന്നാലും ഇപ്പൊ തൽക്കാലം ഏറ്റെടുക്കാൻ ഇപ്പൊ മലയാളം പോലെ തന്നെ മറ്റു ഭാഷകളിലും സിനിമ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഈ ഒരു സിനിമ തിരഞ്ഞെടുക്കാനുള്ള ഒരു റീസൺ എന്താണ്? മറ്റു ഭാഷയിൽ ഫ്രീ ആയതിന്റെ തിരക്കൊഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു മലയാളം പടം ചെയ്തേക്കാം. അവങ്ങൾ അങ്ങനെയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജയിലർ ചെയ്യുമ്പോഴായിരുന്നു തോന്നുന്നു ഫസ്റ്റ് പടം നമ്മളുടെ. ഞാൻ പറഞ്ഞു, എടാ ഇത് ഇങ്ങനെ എന്തോ ഒരു ഇത് തോന്നുന്നില്ലേ, കഥയിൽ എന്തോ ഇങ്ങനെ ഡൗട്ട് വന്നു എനിക്ക്, ഡൗട്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു എന്തിനാ നീ അതൊക്കെ എന്ത് അന്വേഷിക്കണേ, അവരെന്ത് പറയണോ നമ്മളതങ്ങ് ചെയ്താൽ പോരെ. പിന്നെ ഞാൻ പറഞ്ഞു, എടാ ഇത് എടുത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ഫിലിം എന്തോ എവിടെയോ പ്രശ്നമില്ലേ, നീ ഡയറക്ടറല്ലേ, ഇത് ID സിനിമ എടുത്ത, നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ, ഒന്നും ശരിയാക്കി. എന്തിന്, ഞാനിവിടെ ആക്ടറായിട്ടല്ലേ വന്നേ, നമ്മളിങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, എടാ വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് ആക്ടേഴ്സിനല്ലേ ബുദ്ധിമുട്ട്. ഈസ് ലൈക്ക് അങ്ങനെ നീ വിചാരിക്കേണ്ട കാര്യമില്ല. നീ ഇപ്പോൾ ഫിലിം ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് എന്തിനാ വന്നേ, സിനിമ ചെയ്യാനല്ലേ, അപ്പോൾ സിനിമ ചെയ്യൂ. അത് നമുക്ക് ഓരോരോ സിനിമ വരുമ്പോൾ അതങ്ങ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോരോ സിനിമ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നിലം തൊട്ടിട്ടില്ല. പിന്നെ എനിക്ക് പണം തോന്നെങ്കിലും എനിക്ക് സിനിമകൾ പറഞ്ഞു. ഞാനിങ്ങനെ എല്ലാ ഭാഷയിലും ഞാൻ ഉപദേശിച്ച ഒരാൾ നന്നായിട്ട് അത്ഭുതം.
അങ്ങനെ ഇവൻ ഉപദേശിച്ചു ഇപ്പൊ അവള് മലയാളത്തിൽ എന്റെ സിനിമ മാത്രം ചെയ്യാൻ ഇടക്ക് വന്നു പോകുന്നു. അവര് തെലുങ്കിന്ന് ചോദിക്കും ആരാ ഏത് അണ്ടിയാണ് അവിടെ അഭിനയിക്കുന്നത്. അല്ല അവരങ്ങനെയാ. എടാ അത് തെലുങ്ക് പറയുമ്പോ നീ പറഞ്ഞാ മതി. എടാ അതില്ല, അത് ഇവിടെ മലയാളത്തിൽ പറയണ്ട. അവര് അത് ഒരാളെ അത് വെറുതെ എങ്ങനെ പറഞ്ഞ ഹായ് ആൻറ്റി ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു ഹായ് ആൻറ്റി എനിക്ക് തെലുങ്കിന്ന് ഒരു ഓഫർ വന്നു. തെലുങ്ക് തന്നെ 2-3 ഇടക്കിടക്ക് വരുന്നതാണ് ഇവിടുത്തെ തിരക്ക് കാരണം. അപ്പൊ പെട്ടെന്ന് മെസ്സേജ് വന്നപ്പോ അവള് ഞാൻ അവളെടുത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഹായ് ആൻറ്റി ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഹായ് ആൻറ്റി ഹൗ ആർ യു. അപ്പൊ അവള് പറഞ്ഞത് അവര് റെസ്പെക്ട് കൊണ്ട് ആൻറ്റി. അണ്ടിയും ഗാരും അത് തെലുങ്കൊന്നുമില്ല നാട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും ഈ വൃത്തിയായിട്ട്. എനിക്ക് ഒരു സെക്കൻഡ് ഞാൻ കൺഫ്യൂഷൻ ആയി. ഇപ്പൊ പുറകെ അല്ലല്ല തെലുങ്ക് തന്നെ. അപ്പൊ അവിടെ അല്ല മറ്റു ഭാഷയിൽ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുമോ മലയാളം അല്ലാതെ തെലുങ്കിലൊക്കെ? ഇങ്ങനെയൊക്കെ വിളിച്ചു പറയണ പോന്നേരെ മുന്നേ തന്നെ ബഹുമാനം കൊണ്ട് അവരുടെ ഭാഷയിൽ റെസ്പെക്ട് ആണ്. ഇനിയിപ്പൊ കന്നഡയിൽ പോയിട്ട് സ്റ്റാർ ആവുന്ന തെലുങ്കിലൊക്കെ പോയി പറയാൻ പറ്റില്ല. മലയാളം തമിഴിൽ ഓൾറെഡി 2 സിനിമ ചെയ്തു. ആരും അറിയിച്ചിട്ടില്ല. ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. എല്ലാരും സെർച്ച് ചെയ്യുക. ധ്യാന്റെ തമിഴ് സിനിമ നമ്മൾ കാണുന്നതായിരിക്കും. അമീര, this is your second movie in Malayalam and again with Vishnu Unikrishnan. And how was your experience? Yes, how was your experience working on this movie? Super. How was Dhyan Chetan? Dhyan Chetan. Since I'm more comfortable with Vishnu since I've done. You're uncomfortable. No. I'm answering the first question. You continue. So I've known him before, so there's a lot of comfort since we have done a movie earlier. So it was a very nice experience to work with him again. It felt very nice. And Dhyan Chetan. പറയുമ്പോ ഇവിടെ വേറെ അർത്ഥമാണ്. It was a lovely experience since I got to know him personally in the interviews, because we do not have much scenes in the movie, so we could not connect that much. But as far as I've known him for now, it's a very good experience to be working with him. അവള് പറഞ്ഞിരുന്നപ്പോ ഉള്ളിലാലും അവരുടെ എന്നിട്ടെന്ന്. ബാക്കിയുള്ളൂ. I think a lot of You are comfortable or language uncomfortable? barrier. There was a lot of language barrier. Just Yeah. talk about that. I think we needed subtitles to understand each other's language. Since Oh, I don't know Kuda much of insult Malayalam, ada. he doesn't know much of English. Okay. So yeah, but it was quite comfortable and nice. Amira, don't insult him like that. No, it's not an insult. He said he doesn't know the basics of English grammar. I didn't say that. You said that. എടാ അവള് പറഞ്ഞ കേട്ടില്ലേ? He doesn't know English. Language barrier ഉണ്ടായിരുന്നു. അതാ അവള് പറഞ്ഞേ. എടാ ഒന്നും മനസ്സിലായില്ലേ പൊട്ട? എടാ അവള് പറഞ്ഞതറിയാമോ? നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോ താഴെ സബ്ടൈറ്റിൽ എഴുതേണ്ടി വന്നത്. Amira, he will respond in English. പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മുടെ മലയാളികളുടെ ഇംഗ്ലീഷിനെ ചോദ്യം ചെയ്ത ഒരു നീ എനിക്കിത് പാണ്ടിപ്പടയിലെ സീന ഓർമ്മ വരുന്നത്. പ്ലീസ് ഞങ്ങൾ IAS കാരനായിട്ട് ഒരു പടത്തിലേക്ക് തീരുമാനം. അല്ല നിങ്ങളുടെ സെറ്റ് ഉണ്ടല്ലോ, ഇപ്പം ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് ഗംഭീര സെറ്റാണ്, കുറെ മെമ്മറീസ് ഉണ്ട്, ഈ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയി എന്നൊക്കെയാണ് കേട്ടെ. ശരിക്കും എങ്ങനെയായിരുന്നു സെറ്റ്? അതായത് ഈ സ്കൂളിൽ നമുക്ക് ക്ലാസ് ഇല്ലാത്ത ചില പീരീഡ് ഫ്രീ ഉണ്ടാവില്ലേ, അപ്പൊ നിങ്ങൾ പോയി കളിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിടുമ്പോ ഉള്ളൊരു ആ ഒരു മൂഡ് ഉണ്ടല്ലോ, അതായിരുന്നു ഞങ്ങൾക്ക് മൊത്തം.
അതിന്റെ ഇടയിൽ ഇടയ്ക്ക് പ്രിൻസിപ്പല് വിജയേട്ടന്റെ വിളി വരും, ഷോട്ട് റെഡി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മാത്രം പോയി അഭിനയിക്കുന്നു. ബാക്കി സമയം മൊത്തം ചില്ലിങ് ആയിരുന്നു. ഭയങ്കര രസകരമായ അന്തരീക്ഷമായിരുന്നു. അടിപൊളി. ആൻഡ് നിങ്ങളുടെ വീഡിയോ പ്രണയരംഗം സോങ്ങിന്റെ വീഡിയോയില് സാർ കറക്റ്റ് കൈ വെക്കേണ്ട പൊസിഷൻ ഒക്കെ എല്ലാം പറഞ്ഞുതരും. ആൻഡ് റൊമാൻറ്റിക്കലി എങ്ങനെയാണ്? റൊമാൻസ് ഇങ്ങനെ നമുക്കപ്പോ മൈ ഗോഡ് അവള് തെലുങ്കുന്ന മറ്റേ അവരെയൊക്കെ കണ്ടിട്ട് തെലുങ്ക് റൊമാൻറ്റിക് അല്ലടാ, ഞാൻ ഫുൾ ഡാർക്ക് ശരിയല്ലേ? മഴ പെയ്യുന്ന അവസ്ഥയായിരിക്കും. ഓക്കെ, ശരിക്കും റൊമാൻസ് ആണോ കോമഡി ആണോ നെഗറ്റീവ് റോൾ ആണോ എന്താ ചെയ്തിട്ട് ബുദ്ധിമുട്ട്? എനിക്ക് സത്യം പറയാം ഇതൊന്നും ബുദ്ധിമുട്ടില്ല. എനിക്കിപ്പോ അങ്കിൾ പറയുന്നു ഞാൻ ചെയ്യുന്നു, അങ്കിൾ പറയുന്നു ഞാൻ ചെയ്യുന്നു, അതാണ് എന്റെ മോട്ടോ. അങ്കിൾ പുല്ലുത്തണോ അങ്കിൾ പറയും ചെയ്യും, അങ്കിൾ എന്താ റൊമാൻസ് വേണോ ടീച്ചേഴ്സ് പെറ്റായിരുന്നു. പെർഫെക്ഷൻ. അപ്പൊ നമ്മൾ എന്തെങ്കിലും അറിയാതെ തെറ്റിച്ച അങ്കിൾ വിജയൻ അങ്കിൾ ഞാൻ ഇത് കറക്റ്റ് ആയിട്ടാ പറഞ്ഞ് വെരി കറക്റ്റ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഞാൻ അപ്പൊ അങ്ങനെ ഞാൻ എന്തെങ്കിലും അറിയാതെ തെറ്റിച്ച് പോയിട്ടുണ്ടെങ്കിൽ അങ്കിൾ ഞാൻ ചെയ്തത് കറക്റ്റ് അല്ലേ സൈഡിൽ നിന്ന്. അപ്പൊ നമുക്ക് ഒരു 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 സ്നേഹം തോന്നില്ല ആ പഠിപ്പിച്ച് കുട്ടിയുടെ അടുത്ത് നിനക്ക് ഞാൻ വെച്ചിട്ട് പലവട്ടം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതേ സാധനം ഇവൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്കിൾ ഞാൻ ചെയ്ത നീ ചെയ്ത ശുദ്ധ പോകുക. ഇപ്പം തന്നെ ഇവൻ അവിടെ പുറത്തുനിന്ന് നിൽക്കരുത്. ഇപ്പൊ പറഞ്ഞു അപ്പൊ ഇവനിങ്ങനെ നോക്കിക്കാം, താനെന്തിനാണ് എന്റെ മൂത്തോട്ട് നോക്കുന്നത്, വായ പൊളിച്ച് നോക്കുന്നത്. ഓക്കെ സാർ. എന്റെ പ്രാക്ടീസ് പിടിക്കാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. 2025 എന്ന് പറഞ്ഞ ഒരു ഇയർ ശരിക്കും ഉണ്ണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമായിരുന്നു. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടി. ഇന്റർവ്യൂ തുടങ്ങണവരെ ആൻഡ് ഈ ഒരു ടീമിന്റെ കൂടെയാണ് 2026 സിനിമ. അത് എങ്ങനെ ഉണ്ടാവും? നല്ല രസം, നല്ലതായിരിക്കും. ഇവനിപ്പം വേലോട്ടാ, ഇവനിപ്പം പറഞ്ഞത് കഴിഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് കുഞ്ചാക്കോൻ ചാക്കോച്ചന്റെ പടം, പിന്നെ ആസിഫ് അലി, പിന്നെ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ. മേലോട്ട് കയറി പോവുക. അടുത്ത തെലുങ്കിന് നിനക്കൊരു സാധനം വരും. മലയാളത്തിൽ നിൽക്കണ്ട, അവര് തെലുങ്ക് ആക്ടറിന്റെ ലുക്ക് ഉണ്ട്. തെലുങ്കിൽ ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ട് വരും. നിനക്ക് തെലുങ്കോ അറിയില്ല. ഒരു ശിവകാർത്തികന്റെ കണ്ടില്ലേ? അപ്പൊ തമിഴിലേക്ക് അവൻ അവനെ തന്നെ വിളിക്കുന്ന പേര് സൂര്യ. ധ്യാൻ ചേട്ടന്റെ കൂടെ ഇപ്പം ഇന്റർവ്യൂ ഇരിക്കുക അല്ലെങ്കിൽ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും 100 നാവായിട്ട് ധ്യാൻ ചേട്ടനെ കുറിച്ച് പറയാം. ആൻഡ് ധ്യാൻ ചേട്ടാ ഫസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളെക്കാട്ട് സൂപ്പർ സീനിയർ ആയിട്ടുള്ള ആളുകളോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ധ്യാൻ ചേട്ടന്റെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര കൂളാണ് ധ്യാൻ ചേട്ടൻ. പ്രത്യേകിച്ചിട്ട് തലയിൽ പഠിച്ചതൊന്നുമില്ല, ടെൻഷൻസ് ഒന്നുമില്ല, ഫ്രീ ആണ്. അതെന്തുകൊണ്ടാണ് അറിയാമോ? ഇതിനെല്ലാം പറയാം തലയിലൊന്നും ഇല്ലല്ലോ. തലയിലൊന്നും ഇല്ലാത്തവര് ടെൻഷൻ ഉണ്ടാവില്ല. ബുദ്ധിയില്ല, ബോധമില്ല, തലയിലൊന്നുമില്ല. അങ്ങനെയല്ല, മൊത്തത്തില് പ്രത്യേകിച്ച് ബാരിയേഴ്സ് ഒന്നുമില്ല. പുള്ളി ഫ്രീ ആയിട്ട് നടക്കുന്നു, ഷൂട്ടിനാണ്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ബാഗേജ് ഫീൽ ചെയ്യുന്നുണ്ടോ? നിനക്ക് ഇല്ലല്ലോ. നീ അങ്ങനെയല്ലേ എന്നെ പോലല്ലേ? നിനക്കെന്താ അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്ത എന്തെങ്കിലും? ആണോ? നീ കോൺഷ്യസ് ആണോ? എന്ത് കോൺഷ്യസ് ആണോ? ശരിക്കും ചിലത് എന്താന്ന് പുറത്തു പറയാൻ പറ്റുമോ? പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ കോൺഷ്യസ് ആവണം. പിന്നെ ദിവ്യക്ക് കൊടുത്തമാര് ഉപദേശം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഉപദേശിക്കാറില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വരുമ്പോ ഉപദേശിച്ചേ ഉള്ളൂ. സിറ്റുവേഷൻ ഞാൻ എന്റെ കൺമുന്നിൽ കാണുമ്പോ എന്നാ പിന്നെ ഒരു ഉപദേശിച്ചേക്കാൻ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവൻ ഒരു തവണ ഇതേപോലെ
ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ. conversation. ഇവരൊരു തവണ എന്തോ ഒരു കാര്യമായിട്ട് വന്നു, അപ്പൊ ഇതേപോലെ സംസാരിച്ചു. വിശ്വചേട്ടനെ ഇട്ടിട്ടുണ്ടോ ഉപദേശം? എന്റെ സൂപ്പർ സീനിയർ. ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടുവരുന്ന റോൾ മോഡൽ. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ അതെങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് എത്ര കൊല്ലം മുന്നേ, എത്ര ബാലതാരമായി. അതെ. അല്ല, എനിക്ക് ധ്യാൻ ബ്രോയുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. കുറെ ജീവിത വീക്ഷണങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്. പറയാവോ? അത് പറയൂല, ജീവിച്ച് കാണിക്കും ഇനി മുന്നോട്ട്. അതെ അതെ, പുള്ളി ജീവിച്ച് കാണിച്ച കാര്യങ്ങളാ. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ എനിക്ക് വളരെ ഞാൻ പഠിച്ചത് എന്റെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. കടുത്ത് തന്നെ ഒട്ടോ ഇത്രയും കാലം പിടിച്ചു പരീക്ഷ തുടങ്ങി കഴിഞ്ഞാ അല്ല, ധ്യാൻ ചേട്ടൻ പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങുന്നത് അതിലെങ്ങനെ എന്റെ പൊക്കി പറഞ്ഞാലല്ലേ എന്റെ പ്രൊഡക്ഷനിലെ മെയിൻ നായകന്മാരാണ് രണ്ടുപേരും. ഞാൻ കേട്ട ദിലീപേട്ടനെ വെച്ചിട്ടൊരു സിനിമയാണ് ആദ്യത്തെ. അത് മാറ്റി, അതായിരുന്നു ഫസ്റ്റ്, ഇത് മാറ്റി. അനിൽ ചേട്ടനില്ലേ അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും, അമീറക്കും? എന്ത് പൊക്കട്ടെ, പിന്നെ പറയട്ടെ, പറയൂ. പറയുന്നവർക്ക് അവസരങ്ങൾ. ഞാൻ അഖിൽ ചേട്ടൻ്റെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം യൂട്യൂബിൽ വരുന്നത് ഒരു ബർത്ത്ഡേ വിഷസ് വീഡിയോയാ. അതെനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് എനിക്ക് പണ്ടിട്ടത്, അതാണ് ഫസ്റ്റ് വരണേ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തമാശക്കാണ് സീരിയസ് ആണെന്നല്ല, ചിലപ്പോൾ നിങ്ങൾ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ മൂഡ് ഓഫ് ആയിരിക്കും. അത് പണ്ട് ഞാൻ മറ്റേ ഒരു വായിക്കൊള്ളാത്ത പേരിട്ട് മറ്റേ ആശംസ കഴിച്ചു തരൂലേ, വായിക്കൊള്ളാത്ത പേര് അത് ഇട്ടത്. അത് കൊറോണ സമയത്തിന് മുമ്പാണ്. അത് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറേ വെറൈറ്റി. ഏറ്റവും ബർത്ത്ഡേ വിഷസ് വരുന്നത് ചേട്ടനാന്ന് കൊറേ. ശരിക്കും നിങ്ങൾ എങ്ങനെ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ ചിലപ്പോൾ മൂഡ് വേറെ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഒട്ടും ഓക്കെ ആയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ സെൽഫി എടുക്കാനും ഈ വിഷസ് വീഡിയോക്കൊക്കെ വരിക. എങ്ങനെയാണ് നിങ്ങൾ അത് മാനേജ് ചെയ്യുക ശരിക്കും? ജീവിതത്തിൽ അഭിനയിക്കും, ജീവിതത്തിൽ വിശ്വസ് വീഡിയോ അയക്കാറില്ല. ഇല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2.5 വയസ്സുള്ള കൊച്ചിനൊക്കെ നമ്മള് ഹാപ്പി ബർത്ത്ഡേ മോനെന്ന് പറഞ്ഞ ഈ കൊച്ചിന് നമ്മളെ അറിയാൻ പാടില്ല. അത് മാത്രമല്ല, എല്ലാരും ഇങ്ങനെ അത് കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ഞാൻ പണ്ട് റീൽ കണ്ടായിരുന്നു, ഈ സെൽഫി എടുക്കാൻ പോകുമ്പോ പുള്ളിക്കാരി ഇരിക്കുന്നു, റീൽ എന്തോ അഭിനയിച്ച് വീഡിയോ ചെയ്യണേ. ആ സമയത്ത് കറക്റ്റ് ചേട്ടന്റെ എക്സ്പ്രഷൻ ഭയങ്കര രസമായിരുന്നു. ആ അതന്നെ, മാജിക് മഷ്റൂമിന്റെ സമയത്ത് എനിക്കറിയാലോ. അതെന്താ അറിയോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ നോക്കുമ്പോ ഫോട്ടോ എടുത്ത് കഴിയണില്ല. പിന്നെ ഞാൻ ഈ ചേച്ചിനെ നോക്കിയപ്പോഴാണ് ചേച്ചി അതിന്റെ ഒപ്പം പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ പുള്ളിക്കാരി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ കുറെ ഫേമസ് ആൽബം സോങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൽബം സോങ്, ഇതിൽ ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്നൊരു സോങ് ഉണ്ടോ? നമുക്ക് ദൈവം സഹായിച്ച് നല്ല പാട്ടുകൾ പുള്ളിയുടെ സിനിമകളിൽ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് 2 സിനിമയിലും നല്ല പാട്ടുകൾ തന്നെ കിട്ടിയേക്കണം. ഇവരുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെ അത് കിട്ടിയാണെങ്കിൽ മറന്ന് എനിക്ക് തോന്നി. വേണം ഒന്നുകൂടെ അഭിനയിച്ച് നന്നാക്കണം. റിലീസ് മാറ്റി വെക്കാൻ ഞാൻ അങ്കിൾ പറയാം. അങ്കിൾ പറയുന്നു. ശരിക്കും നിങ്ങൾ ഡയറക്ടർ പറയുന്ന അനുസരിച്ച് അഭിനയിക്കുന്ന ഞാൻ മാത്രം. തുടക്കത്തിലല്ലായിരുന്നു, പിന്നെ അങ്ങനെയായി. ഞാനും പുള്ളിക്കാരി ഡൗട്ടൊക്കെ ചോദിക്കും. ഡൗട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഡൗട്ടേ ഇല്ല. എന്താന്നറിയോ, ഇവരൊക്കെ ബോൺ ആക്ടേഴ്സ് ആണ്. ഓക്കെ, ഇവർക്കൊക്കെ അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇമീഡിയറ്റ്ലി അവർക്ക് ഇങ്ങനെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് വരും. എനിക്കൊക്കെ കുറച്ചു നേരം പ്രോസസ് ചെയ്യണം. എന്താണ് അത് ആ സീനിലേക്ക് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അത് ചിലപ്പോ സമയത്ത് നമുക്ക് ഞാനത് മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് തൊപ്പിയും ആ ഇരിപ്പൊക്കെ കണ്ടപ്പോ ഞാൻ ഡയറക്ടർ ലുക്കൊക്കെ. പുള്ളിനോട് 15 മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ട് പോരുന്ന് ഞാൻ പറഞ്ഞായിരുന്നേ. പുള്ളിയോട് വന്നിരുന്നിട്ട് ഇത് പറയണതിന്റെ ഇടയിൽ അവിടെ നിന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങൂലായിരുന്നു.
അപ്പൊ ഞാൻ ചില സമയത്ത് പെട്ടെന്ന് ഇപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോ അതെന്താണെന്ന് ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് ചോദിച്ചെന്നിരിക്കും. അത് ചോദിക്കാൻ പാടില്ല എന്ന് ഇവൻ പറയും. ചോദിക്കാൻ പാടില്ല എന്തിനാ ചോദിക്കണേ അതേ ഉള്ളൂ എന്റെ ഡൗട്ട്. അതല്ലായിരുന്നു എന്റെ ഡൗട്ട്. ഇതൊക്കെ ചോദിക്കാം. നമ്മൾ ചോദിക്കേണ്ട സ്ഥലത്ത് നമുക്ക് ചോദിക്കാം. ഓക്കെ, നമുക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ചോദിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ പലപ്പോഴും ആ നമ്മൾ ഇത് ഷോട്ടിന് വന്ന് നിന്നതിന് ശേഷം നമുക്ക് ആ ഡൗട്ട് വരാൻ പാടില്ല. ഓക്കെ, അപ്പോ വന്ന് ഷോട്ടിൽ ആ മാർക്കിൽ വന്ന് നിന്നിട്ട് ചിലപ്പോ സോണോട്ടൊക്കെ ആയിപ്പോ അല്ലടാ ഇത് എനിക്കത് കിട്ടുന്നില്ല. അപ്പൊ ഇത് അതിന് മുന്നേ അതെന്താന്ന് വെച്ചാ വേറെ കൊറേ കാര്യങ്ങൾ. അല്ല അത് ഞാനും അതിന്റെ ദിവ്യയുടെ കൂടെ നിൽക്കുള്ളൂ. അല്ല അതുകൊണ്ടല്ല. എന്തുകൊണ്ടാ പറയാ കാരണം അത് ഓരോരുത്തരുടെ ആക്ടിങ്ങിന്റെ ഒരു സാധനം വേറെ ഇരിക്കുമല്ലോ. അത് ഈ പറഞ്ഞ പ്രശ്നം എനിക്കുണ്ട്. ഇതെന്താണെന്നൊരു ക്ലാരിറ്റി നമുക്ക് വന്നാലേ എന്നുള്ള സാധനമില്ലേ. അല്ല അതൊക്കെ മഹദ്ഗുരു വചനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ പഠിച്ചു. പറയുന്നില്ല. അല്ല അത് ആക്ച്വലി 2-3 ഘട്ടം ഘട്ടമായി നമുക്ക് ഇത് ഇങ്ങനെയുള്ള സെറ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഷോട്ടിന് മുന്നെയോ അല്ലെങ്കിൽ ആ വന്ന് നിൽക്കുന്ന സ്ഥലത്തിന് മുന്നേ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിൽ ഒന്നുകിൽ കാരവാനിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇരിക്കുന്ന സമയങ്ങൾ ഇത് എപ്പോഴാ ലാസ്റ്റ് ഷൂട്ടിന് വന്ന് അവിടെ ഷോട്ട് എടുക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ ആയിരിക്കും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സംശയം അല്ലല്ല അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുൻകൂട്ടി സ്ക്രിപ്റ്റ് കിട്ടും. ഞങ്ങൾക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങള് ബോർഡാണ്. ഇവിടെ ടീച്ചേഴ്സ് പെറ്റ്സ് ഉണ്ട്. പല ദിവസവും ഇവർ രണ്ടുപേരും വരുമ്പോ സാറ് മൂടോ അതിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വരുമ്പോ സാറ് ഭയങ്കര ഹാപ്പിയാ. ഇവര് രണ്ടുപേരും വരുമ്പോ സംശയവും കൊണ്ട് രണ്ടാള് വരും. ഞങ്ങള് ബോർഡായതുകൊണ്ട് ഞങ്ങള് ബോർഡായത് സാറിന് വേണ്ടിട്ടാണ്. സാറിന് ഈ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. പുള്ളിക്ക് അറിയാത് അവിടെ വിളിച്ചെന്ന് കേൾക്കുന്നുണ്ടോ സാർ? ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കുന്ന ആരെയും അങ്ങനെ ആരും ഫസ്റ്റ് ടേക്കിൽ മലയാളം അറിയാത്ത അമേര വരെ സിംഗിൾ ടേക്കാ. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, അതുകൊണ്ടൊക്കെ ഞാൻ നിങ്ങളെ വിടാം. സന്തോഷായിട്ട്. ഈ കൂട്ടത്തില് എല്ലാം വിട്ട് നൽകുന്ന ആള് വിട്ടു കൊടുക്കും ഒരു കർണനെ പോലെ. അത് വിട്ടതാണ് കൂടുതലും. വിട്ടു 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 ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്താ ഇവ വിട്ടത്ര വിടൽ ഒഴിവാക്കുക. പലരും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒഴിവാക്കി ശരിക്കും ഫാൻസിന് എങ്ങനെയാ? ഗേൾ ഫാൻസ് അത്യാവശ്യം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ചേട്ടൻ പറഞ്ഞ എല്ലാം വിട്ടു കൊടുക്കുന്നത്. ആദ്യം കൈ കാണിച്ചത് വിശ്വസിച്ചായിരുന്നു. എനിക്കൊന്ന് നീയാന്ന് തോന്നുന്നു. ഓക്കെ, ശരി. സിനിമയില് എന്റെ ക്യാരക്ടർ നന്നാക്കണം എന്ന് വാശിയുള്ള ആള് കൂടെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കത് പറയാം. ഓക്കെ, ഒരു മരുന്നിന് പോലെ ഉണ്ട് ഒരാളുണ്ട്. പക്ഷെ അദ്ദേഹം പുറത്തിരിക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരു ഷോട്ട് കിട്ടാൻ പുള്ളി പിടിക്കും, ഒരു ക്ലോസ് കിട്ടാൻ ആ ഒരു തൊര ഉണ്ടല്ലോ അത് പറഞ്ഞ
ഒരു ദിവസം രാത്രി 2:30 മണിവരെ എടുത്തിട്ട് വയലെടുത്ത് വിട്ടിട്ട് കിടന്ന് ഉടക്കി ഓർമ്മ അഭിനയിക്കാനുള്ള ആ സാധനം കൊണ്ട് വന്നിട്ട് അഭിനയിപ്പിച്ചില്ലെങ്കിൽ അല്ല അന്ന് ഇതായിരുന്നല്ലോ, ചൂടാവും ശരിക്കും. പിന്നെ ഒറ്റയ്ക്കൊന്നും സംസാരിച്ചതായി. ഡയലോഗ് പറയുന്നത്. അതൊരു ദിവസം രാത്രി നമ്മളെല്ലാം 10 മണിക്ക് പോയി. പുള്ളിക്കൊരു ഷോട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു നിർത്തിയിട്ട് ക്യാമറ തെങ്ങിന്റെ കൊണ്ടെല്ലാം കൊണ്ട് വെച്ചിട്ട് പുള്ളി ഒരിക്കലും പ്രേമി വരില്ല. പുള്ളി അവസരത്തിനറിയാമോ ഇങ്ങനെ ഒട്ടിച്ചത് അവര് ഡെഡിക്കേഷൻ. ഈ തീർത്തും ജാടയില്ലാത്ത ആളാരാ ഒരു ആർട്ടിസ്റ്റ് ഫെയിം? ഇല്ല, കാരണം നമ്മളിപ്പോ ഈ ഷോർട്ട് ഫിലിം മേഖലയില് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാള് ഒരു ജാടയില്ലാതെ നമ്മളോട് പെരുമാറിയിട്ടുള്ളത് അവൻ മാത്രമേ ഉള്ളൂ. ആണ് സൂപ്പർ സ്റ്റാർ ആണ് ആ ഫീൽഡില്. നമ്മൾ അങ്ങനെ നോക്കുമ്പോ സിനിമയിൽ ഇങ്ങനെ പച്ച പിടിച്ച് വരുന്ന ആൾക്കാർ, ഇവൻ ഒരു ഫീൽഡിൽ എക്സൽ ചെയ്തിട്ട് സിനിമ ഓപ്റ്റ് ചെയ്ത് വന്ന ആളാ. അപ്പൊ അതിന്റെ ഒരു ജാട നല്ലതല്ലേ? 5 വാച്ച്, 6 കൂളിംഗ് ഗ്ലാസ്, 8 ഷൂസ് മാറ്റിയിടും. ഉച്ച ഒരു ഷൂസ്, ഉച്ചക്ക് ശേഷം ഒരു ഷൂസ്, വാച്ച് പല സൈസില് 2 എണ്ണം 2 കയ്യില് ഫുൾ സെറ്റാണ്. എന്നിട്ടും ഒരു ജാടയില്ല. ശരിക്കും പറഞ്ഞ ധ്യാൻ ചേട്ടന്റെ കൂടെ ഇന്റർവ്യൂ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സിനിമ ഹിറ്റ് ആവുന്നതിന് തുല്യ. അവൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഷൂട്ടിംഗ് സമയത്ത് നല്ല അടിപൊളി കമ്പനി ആയിരിക്കും, പക്ഷെ ഷൂട്ടിംഗ് കഴിഞ്ഞാലും ഈ കോണ്ടാക്ട് വെക്കുന്ന എപ്പോഴും വിളിച്ച് സുഖവിവരൊക്കെ ചോദിക്കണേ. അത് സിനിമയിൽ അഭിനയിപ്പിക്കാൻ പ്രൊഡക്ഷന്റെ നിങ്ങൾ പ്ലാൻ ചെയ്താണ് അല്ല കോണ്ടാക്ട്സ് എപ്പോഴും. ഞങ്ങളോട് കോണ്ടാക്ട് വെച്ചില്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ഇല്ല കേട്ടോ, ഇല്ല. എത്ര നമ്പർ വെച്ചറിയാമോ? ഇല്ല. പോട്ടെ, സിനിമ പോട്ടെ. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ നീ ആയിട്ടോ കോണ്ടാക്ട് കോണ്ടാക്ട് നീ നോക്കിക്കോ. ഇതിനെല്ലാത്തിനും ഉത്തരം നീ ആണല്ലോടാ. ഈ കൂട്ടത്തിൽ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചാൽ അതും ചിലപ്പോ എന്തൊക്കെ ചോദ്യം ഉണ്ടോ? തനിക്ക് വേണ്ടി സ്വന്തം കാഴ്ച ആയാലും വേണ്ടെന്ന് വെക്കാൻ സാധ്യതയുള്ള ഒരാൾ അങ്ങനെ തന്നെ ചേട്ടാ പ്രൊഡ്യൂസറെ. തനിക്ക് വേണ്ടി സ്വന്തം കാഴ്ച വേണമെങ്കിലും വേണ്ടാന്ന് വെക്കുന്ന ഒരു ഉറ്റ സുഹൃത്ത് അത്രക്കൊന്നുമില്ല. അവന് വേണ്ടി നമ്മുടെ കാഴ്ച ചെറുക്കനൊന്ന് മാറ്റിയ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. സോ നിങ്ങൾ ഇപ്പം ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് നമ്മൾ സിനിമയെ കുറിച്ച് പ്രതീക്ഷയോടെ പറയല്ലോ, അത് നിങ്ങൾക്ക് ടെൻഷൻ ആക്കാറുണ്ടോ? ശരിക്കും പ്രതീക്ഷയോട് കൂടി ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അത്ര വിജയമായില്ലെങ്കിൽ നിങ്ങളെ ആർട്ടിസ്റ്റ് അത് എന്റെ തലക്കാത്തൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതൊന്നും തലക്കാത്തോണ്ട് നടക്കാറില്ല. അവനോട് ചോദിക്കും, അവൻ കുറെ ബാഗേജുമായിട്ട് നടക്കുന്നത് കോൺഷ്യസ്. സിനിമയുടെ വിജയവും പരാജയവും നിന്റെ ബാധിക്കാറുണ്ടോ? ഇപ്പൊ നമ്മള് ചെയ്യുന്ന പടങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ഭാഗമായിട്ടുള്ള പടങ്ങളാണ്. അപ്പൊ അത് ഹിറ്റ് ആവണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. എല്ലാ സിനിമയും നമ്മൾ ഹിറ്റ് ആവണമെന്നല്ല ആഗ്രഹിക്കുക. അപ്പൊ ആ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് ഉറപ്പായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും, വിഷമങ്ങൾ ഉണ്ടാക്കും. എന്താ ചെയ്യാ സമയങ്ങള് ക്ഷീണം ഞാൻ മാറ്റും. വിഷിച്ചേട്ടൻ അങ്ങനെയുണ്ടോ? ഇപ്പൊ നായകനായിട്ട് വരുന്ന സിനിമകള് അത് ഹിറ്റ് ആവോ, അല്ലെങ്കിൽ റിലീസിന് മുമ്പ് തലേ ദിവസം ടെൻഷൻ അടിക്കുക, അതിപ്പോഴും മാജിക് മഷ്റൂമിന്റെ രാത്രി 2 മണിക്ക് ഞാൻ കാണുമ്പോ എന്തൊരു വീഡിയോ ഡ്രസ്സൊക്കെ പോയിട്ട് അല്ല, അന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ പിരിഞ്ഞതാ. ഉറക്കം വന്നില്ല, ശരിക്കും ഉറക്കം വന്നില്ല. ഭയങ്കര പ്രൊഡ്യൂസറും ഡയറക്ടറും റൈറ്റേഴ്സും പുതിയ ആളാണ്. അപ്പൊ അവനൊക്കെ ഇങ്ങനെ ഭയങ്കര വൻ ടെൻഷനായിട്ട് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്കും ടെൻഷനായി. എന്നിട്ട് രാത്രി ഞാനിപ്പോ ഇവനെ വിളിച്ചു കഴിഞ്ഞാ അപ്പൊ തിരിച്ചവന്മാര് വീഡിയോ കോൾ ചെയ്തേക്കണേ. അപ്പൊ 5 പേര് ഷർട്ടില്ലാണ്ട് ഇതേപോലെ ഇരിക്കാറുണ്ട് ഏഡീസൊക്കെ. അപ്പൊ ഞാൻ പറയാ, ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്ത് ലൈവ് പോണതിന് മുമ്പ് ചുമ്മാ എടുത്താണ്. അപ്പൊ അവന്മാര് അയ്യോ കറക്റ്റ് അങ്ങനെ അവസ്ഥ. എന്നിട്ട് ഞാൻ
ഇതിനും ഉണ്ടാവും ഷർട്ട് ഊരിയിട്ട് ഇപ്പൊ ഓരോ ഷർട്ട് ഊരിയിരിക്കും ആ സമയത്ത്. വിഷ്ണു രാത്രി വീഡിയോ കോൾ ചെയ്യുമ്പോ ഉള്ളിലാരും ഷർട്ട് വേറെ ആരോ നോക്കും ഉണ്ണി വിഷ്ണു ചെയ്യുമ്പോഴേ ഉണ്ണി അപ്പൊ ഊരുന്നുണ്ടാവും. പക്ഷെ ഈ സിനിമ വലിയൊരു ഹിറ്റ് ആവും കാരണം നിങ്ങളുടെ മൊത്തം ആ കോൺഫിഡൻസ് ഉണ്ട്. ടെൻഷൻ ഉണ്ട്, നമ്മ ഹിറ്റ് ആവുന്നതിനെ കുറിച്ചുള്ള ചിന്തയില്ല, ടെൻഷൻ ഉണ്ടോന്നാണല്ലോ ചോദിച്ചത്. അതെ, ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടെന്നാ. പക്ഷെ ഭീഷ്മർ വലിയൊരു സക്സസ് ആവട്ടെ. ഇപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഞാനും ഉണ്ടാവും. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.